അപ്പോൾ ഇന്നൊരു ചെറിയ പർച്ചേസിംഗ് ആണ് കേട്ടോ. നമ്മളുടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് കരുതി. അപ്പോൾ നമ്മൾ ആലുവയിലുള്ള ബേക്കേഴ്സിലാണ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഡെക്കറേഷൻസും അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഒരു ക്രിസ്മസ് തീമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതുപോലെയുള്ള നമ്മളുടെ പാക്കിംഗ് ബോക്സുകളാണ്. അപ്പോൾ മെയിനായിട്ട് ക്രിസ്മസിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് ആണല്ലോ പ്ലം കേക്കും കാരഡേറ്റ്സ് കേക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ബോക്സസ് ആണ് ആദ്യം തന്നെ കാണിക്കുന്നത് കേട്ടോ. പ്ലം കേക്കൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുന്ന പല കളേഴ്സിലും അതുപോലെ തന്നെ സൈസിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോക്സസ് അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ 8 ഇഞ്ച് 7 ഇഞ്ച് 6 ഇഞ്ച് ഈ 3 സൈസസിലാണ് നമുക്ക് ഇതേപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോക്സസ് വന്നേക്കുന്നത്. ഇതേപോലത്തെ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഓപ്പൺ ആയിട്ടുള്ളതും മേൽഭാഗം മാത്രം ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോക്സസും ഉണ്ട് കേട്ടോ. എല്ലാ ബോക്സസിൻ്റെയും ഹൈറ്റ് വരുന്നത് ഒരു 2.75 ആണ് ഹൈറ്റ് വരുന്നത്. പിന്നെ സൈസ് 6ഉം 7ഉം 8ഉം അവൈലബിൾ ആണ്. അപ്പോൾ ഹൈറ്റ് ഏകദേശം എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ഹൈറ്റ് ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് 7 ഇഞ്ചിൻ്റെ വരുന്നത്, ഇത് 8 ഇഞ്ചിൻ്റെ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ബോക്സസ് ബൾക്കായിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ബൾക്കായിട്ട് എടുക്കണം എന്നുള്ളവർക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ പ്ലം കേക്കും കാരഡേറ്റ്സ് കേക്കിൻ്റെ ഒക്കെ ബോക്സസ് ആണ്. അത് കൂടാതെ തന്നെ മാർബിൾ കേക്കും ടീ കേക്കും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോക്സസും ഉണ്ട് കേട്ടോ. പിന്നെ ഇതെനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളുടെ കേക്കിൻ്റെ പ്രിൻറ്റേഴ്സ് മാത്രമല്ലാതെ ഇതുപോലെ ക്രിസ്മസ് തീമിൽ വരുന്ന രീതിയിലുള്ള പ്രിൻറ്റുകളും അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ചെറിയ ഹാമ്പേഴ്സ് ഒക്കെ കൊടുക്കാനൊക്കെ നമുക്ക് അതുപോലെയുള്ള ബോക്സസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന വൈൻസ് ആണ്. ഇതെല്ലാം തന്നെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈനാണ് കേട്ടോ. അപ്പോൾ ആൽക്കഹോളിക് മെത്തേഡ് അല്ലാതെ നോൺ ആൽക്കഹോളിക് മെത്തേഡിൽ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നവർക്ക് ഇതുപോലുള്ള വൈൻസ് യൂസ് ചെയ്യാം. പിന്നെ അത്യാവശ്യം കുറച്ച് റേറ്റ് കൂടിയ പ്രീമിയം വൈൻസ് ആണ്. അപ്പോൾ നമ്മളുടെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഇതുപോലെയുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന വൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു സെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഇതുപോലെയുള്ള ബോക്സസ് ആണ്. ഇത് നോർമലി നമ്മൾ കേക്ക് പാക്ക് ചെയ്യാനായിട്ട് വാങ്ങിക്കുന്ന ബോക്സ് പോലെ അല്ലായിരുന്നു, കുറച്ചും കൂടി തിക്നെസ് കൂടിയ രീതിയിലുള്ള ബോക്സ് ആണ്. ഇത് ജസ്റ്റ് നമുക്ക് മേളിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്തും കൂടി പിടിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഒരു സെക്ഷൻ പേപ്പർ മോൾഡുകളാണ്. ഇത് നമ്മൾക്ക് പ്ലം കേക്കിനും അതുപോലെ തന്നെ കാരഡേറ്റ്സ് കേക്കിനും പിന്നെ അതല്ലാതെ നമ്മൾ ചെറിയ ചെറിയ ലോഫ് കേക്ക്സ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്യാവുന്ന പേപ്പേഴ്സാണ് കേട്ടോ. ഇതിൻ്റെയും തീരെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. കുറച്ച് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതും അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും എല്ലാം ഇതേപോലത്തെ ടിൻ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. പിന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ നല്ല നല്ല ടോപ്പേഴ്സും ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ അവിടെ ഹാങ് ചെയ്തിരിക്കുന്ന ഓരോ ടിന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൈസ് ലിസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളുടെ ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ മെറി ക്രിസ്മസിൻ്റെ ഇതുപോലുള്ള ടോപ്പേഴ്സ് ഗ്രീൻ കളറിലും ഇതുപോലെ ഗോൾഡൻ കളറിലും പിന്നെ റെഡ് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വരുന്നത് ഇതേപോലത്തെ വേഫർ ഷീറ്റ്സ് ആണ്. ഇത് എഡിബിൾ ആയിട്ടുള്ള വേഫർ ഷീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേഫർ ഷീറ്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വേഫർ ഷീറ്റ്സ് നമുക്ക് കസ്റ്റം ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് നല്ല നല്ല ഭംഗിയുള്ള ടോപ്പേഴ്സ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അക്രിലിക് ടൈപ്പ് അല്ലാത്ത പേപ്പർ ടൈപ്പ് ആയിട്ടുള്ള ടോപ്പേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ് കുറച്ചും കൂടി ഭംഗി എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മളുടെ പ്ലം കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും കാര്യങ്ങളെല്ലാവരും ഷോപ്പിൽ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സ്പൈസസിൽ നമ്മളുടെ കാർഡമം അതുപോലെ സിനമൺ നട്ട്ബഗ് ക്ലോവ് എല്ലാത്തിൻ്റെയും ഇതുപോലെ പൗഡേർഡ് ആയിട്ടുള്ള ഐറ്റംസും അവൈലബിൾ ആണ്. അപ്പോൾ ഒരുമിച്ച് നമുക്ക് വാങ്ങിച്ച് പൊടിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടിന്ന് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് പർച്ചേസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും നമ്മൾ ബോക്സസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വലിയ പർച്ചേസിങ്ങും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.